ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഇന്നലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും SSC പഠിക്കുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കിടയിലൊക്കെ കറങ്ങി നടന്ന സ്ക്രീൻഷോട്ടാണ് ഇതില്ലേ. SSCയിൽ സ്കാം നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു. രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, SSCയിൽ സ്കാം നടന്നോ ഇല്ലയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിലും അതിനു മുമ്പ് ഇന്നലെ നമ്മൾ കണ്ട അഭിനയ് ശർമ്മ, ഗഗൻ പ്രതാപ് പോലുള്ള ആളുകളുടെയൊക്കെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടത് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഇത്രയേ ഉള്ളൂ അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ മാത്രം. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തടുത്തുള്ള റോൾ നമ്പേഴ്സ് എല്ലാം റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. പോസിബിൾ ആയിട്ട് കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം അടുത്തടുത്ത് ഒരു സെൻട്രൽ എഴുതി ഒരുപാട് പേര്, 1, 2, 3 ആളുകളൊന്നുമല്ല, പക്ഷേ ഒരുപാട് 10, 20, 30ഓളം പേര് അടുത്തടുത്ത ആളുകൾ റാങ്ക് ലിസ്റ്റിൽ കയറുന്നതാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ വേറെ കാര്യം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഇങ്ങോട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇവിടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് 5, 8, 7, 4 ഒക്കെ. ഈ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞാൽ VH കാൻഡിഡേറ്റ്, HH കാൻഡിഡേറ്റ്, PWD കാൻഡിഡേറ്റ്, അതായത് ഹാൻഡിക്യാപ്ഡ്, വിഷ്വലി ഹാൻഡിക്യാപ്ഡ്, ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ഒക്കെയാണ് ഈ കാണുന്ന എല്ലാവരും കേട്ടോ. അവരുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വെറും 200-ൽ നമുക്ക് ബാക്കി ജനറലിനൊക്കെ 150, OBC 156 വരുമ്പോൾ ഇവർക്ക് വെറും 60, 70, 100ഒക്കെയാണ് ഇവരുടെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്നതെല്ലാം ഇവരെല്ലാം സ്കാം ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലായാലും അല്ല, ഇന്നലെ അവർ ചെയ്ത വീഡിയോയിലായാലും രാവിലെ നമ്മൾ ചെയ്ത വീഡിയോയിലായാലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ശരിക്കും ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഡാറ്റയുടെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുക കേട്ടോ. ഞാൻ പറഞ്ഞത് നുണയാണ് സത്യമാണെന്നുള്ള ചർച്ചയല്ല. SSCയിൽ സ്കാം നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള ചർച്ച ഇന്നത്തോടുകൂടി, അതായത് ഈ ഒരു ഇതോടുകൂടി ഇവിടെ നിർത്തുക. അതായത് കിട്ടാത്തവരുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുക. ഇനി ക്ലിയർ ആയവരുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന Tier 2 പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരിക്കലും ഈ ഒരു ഡാറ്റയുടെ പുറത്ത് വെച്ചിട്ട് നമുക്കിവിടെ SSC പരീക്ഷയിൽ സ്കാം നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. SSC പരീക്ഷ വളരെ പെർഫെക്റ്റ് ആണ്, എല്ലാം ഒരു പ്രശ്നമില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയിൽ MTSൽ വരെ സ്കാം നടന്നിട്ടുണ്ട്. ബീഹാറിൽ പല ആളുകളെ അറസ്റ്റ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു സോളിഡ് പ്രൂഫും ഇല്ല എന്ത് SSC പരീക്ഷയിൽ CGL പരീക്ഷയിൽ സ്കാം നടന്നു എന്നുള്ളത്. പല ആൾക്കാർ പറയുന്നത് കട്ട് ഓഫ് കൂടിയത് ഈ ഒരു കാരണം കൊണ്ടാന്ന് നിൽക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും കട്ട് ഓഫ് കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു 10, 30 ആളുകൾ കയറിയത് കൊണ്ടൊന്നും കട്ട് ഓഫ് 150 കയറിപ്പോവില്ല കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് വേറെയും കാരണങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് ഒരുപാട് കണ്ടന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്, ഓൺലൈനായിട്ട് കിട്ടുന്നത്, ഇതൊക്കെ ഇതിൻ്റെ കാരണമാണ്. അല്ലാതെ വെറും ഒരു ഇതുകൊണ്ട് മാത്രം കട്ട് ഓഫ് ഒന്നും കൂടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചർച്ച എല്ലാവരും ഇന്നത്തോടുകൂടി ഇവിടെ നിർത്തുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമയം കളയാന്നല്ലാതെ നമുക്ക് വേറെ ഇതിലൊന്നും കിട്ടാനില്ല. എന്തെങ്കിലും സോൾഡ് ആയിട്ടുള്ള പ്രൂഫ് നമ്മുടെ കയ്യിൽ വരാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യരുത് കേട്ടോ. പിന്നെ വേറെ 2-3 കാര്യം കഴിഞ്ഞ ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ കുറച്ച് 2-3 കമൻറ്റ്സ് ഞാൻ പറയാം. ഞാൻ അവിടെ പറഞ്ഞു, ഈ വീഡിയോ ഒരിക്കലും നോർത്ത് ഇന്ത്യൻസ് എല്ലാം സ്കാമിലൂടെ കയറിയെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അവരിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. വളരെ ചുരുക്കം ചില ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോക്കി, അപ്പോൾ അതിന് ഒരു കമൻറ്റ് ഞാൻ താഴെ കണ്ടു. ആർക്കോ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു കമൻറ്റാണിത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ലാംഗ്വേജ്. ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് ഒരിക്കലും ഒരാൾ SSC ക്ലിയർ ആവില്ല എന്നുള്ളത് നമുക്ക് നോക്കി പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ കൂടെയുള്ള ഒരാൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു, അതൊരിക്കലും അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാരണം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ബേസിക് കാൽക്കുലേഷൻ പോലും അറിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ. ബേസിക് കാൽക്കുലേഷൻ പോലും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരിക്കലും ഒരു കാരണമല്ല. കാരണം SSCൻ്റെ ഇംഗ്ലീഷ് പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും നിലവാരം കുറഞ്ഞ ഇംഗ്ലീഷാണ്. നമുക്ക് GK ഇരുന്ന് പഠിക്കുന്നത് പോലെ കാണാതിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് SSCൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. കോംപ്രഹെൻഷന്, അതുപോലെ തന്നെ ഗ്രാമർ, വൊക്കാബൊക്കെ നമുക്ക് ഇരുന്ന് പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോർ ഇവിടെ വാങ്ങിക്കാൻ പറ്റും. അത്രയും നിലവാരം കുറഞ്ഞ ഇംഗ്ലീഷാണ് SSCയിലേക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് സുഖമായിട്ട് SSC കോളേജ് ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനൊക്കെ. എനിക്കൊന്നും വലിയ ഇംഗ്ലീഷിനും അത്ര നോളജൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഇരുന്ന് പഠിച്ച് മാർക്ക് വാങ്ങിയതാണ് ഇംഗ്ലീഷിനൊക്കെ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് ഒരിക്കലും ഒരാളുടെ നിലവാരത്തിൽ ഇളക്കാൻ വരുന്ന സാധനമല്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷ് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷേ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, അവർ പല എക്സാമും ക്വാളിഫൈ ആവുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലാംഗ്വേജ് കേട്ടോ. ഇംഗ്ലീഷ് കുറേ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവരെ ആ ഒരു നിലയിൽ കാണാതിരിക്കുക. ഇത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം PWD കാറ്റഗറി ഉള്ളവരാണെന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും PWDക്കാർ എങ്ങനെ ഒരു ഷിഫ്റ്റിൽ വന്നു എന്ന് ഞാൻ ആലോചിക്കും അല്ലേ. അങ്ങനെയൊന്നുമില്ല. ചില ഷിഫ്റ്റിലൊക്കെ അങ്ങനെ ഒരുപാട് PWDക്കാർ ഒരുമിച്ചിരിക്കാറുണ്ട്. കാരണം അവർക്ക് എക്സ്ട്രാ 10 മിനിറ്റ് 20 മിനിറ്റ് കിട്ടും പരീക്ഷയ്ക്ക്. അപ്പോൾ അതിങ്ങനെ പല ആൾ ബാക്കിയുള്ള കാറ്റഗറി എല്ലാം കൂടി മിക്സ് ആക്കാതിരിക്കാൻ ചില സമയത്ത് ഇവർ ഒരുമിച്ച് ഒരു സെൻറ്ററിൽ അങ്ങനെ എക്സാം നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പോസിബിൾ അല്ലാത്ത കാര്യം. നമ്മൾ PSC പോലത്തെ പരീക്ഷയ്ക്ക് ഒരുപാട് അങ്ങനെ കാണാറുണ്ട്. PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഒരുമിച്ച് ഒരു സെൻറ്ററിൽ എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറേ ആൾക്കാരുടെ ഇടയിൽ ഒരാൾ മാത്രമൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതെല്ലാവരും ഒരുമിച്ചിരുത്തിയാൽ അവർക്ക് വേണ്ടതൊക്കെ ഒരുമിച്ചൊറ്റ ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ല. ഇതൊന്നും നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നടക്കാം കേട്ടോ. പിന്നെ വേറെ കാര്യം, ക്യാൻ യു ജസ്റ്റിഫൈ വൈ ഓൺലി 25K ഹാവ് ബീൻ സെലക്ടഡ് ഔട്ട് ഓഫ് 165K ഫ്രം UR കാറ്റഗറി? ഇതാണ് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ട്.
അത് യു ആർ കാറ്റഗറിയിൽ നിന്ന് വെറും 25,000 ആളുകൾ മാത്രമേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. അത് പലരും പറയുന്നത് 153 കട്ട് ഓഫ് കടന്ന് അതിൽ യു ആർ കാറ്റഗറി ഇല്ല, നമുക്കറിയാം യു ആർ കാറ്റഗറിന്റെ കട്ട് ഓഫാണ് 153. അപ്പോൾ അത് കടന്ന 25,000 യു ആർ ആൾക്കാർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെയല്ല, യു ആർ എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് കാറ്റഗറി എന്നാണ്. അതായത് ഒരു റിസർവേഷനും ഇല്ലാത്ത കാറ്റഗറിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 50% അല്ലെങ്കിൽ 60% എടുത്ത് റിസർവ്ഡ് ആണ്, ബാക്കി 40% അൺറിസർവ്ഡ് കാറ്റഗറി. അവിടെ ആർക്കും വേണമെങ്കിലും കോമ്പീറ്റ് ചെയ്യാം അല്ലേ? ആ സ്ഥലത്ത് ഒരു റിസർവേഷൻ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കോമ്പീറ്റ് ചെയ്യാം. അതായത് ഇവിടെ നോക്കുക, നമ്മൾ ആ റിസൾട്ടിന്റെ താഴെ നോക്കിയാൽ മനസ്സിലാവും 25,000 ആളുകൾ യു ആർ കാറ്റഗറി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതേ യു ആർ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആയിട്ടുള്ള 153+ വാങ്ങിച്ച ആളുകൾ നോക്കിയേ. എസ് സിയിൽ 4,349 ആളുകളുണ്ട്, എസ് ടിയിൽ 1000 ആളുകളുണ്ട്, ഒ ബി സിയിൽ 29,860, റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 30,000. അതായത് ഒ ബി സിയിൽ 50,000 ആളുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 30,000 ആളുകൾ ഈ യു ആർ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആളുകളാണ്. ഇ ഡബ്ല്യു എസിൽ 12,500 ആളുകൾ ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്താണ്. എക്സ് സർവീസ്മെൻ 61, ഇതാ ഒ എച്ച്, എച്ച് എച്ച്, ഇതൊക്കെ 4,349 എസ് സി എസ് ടി ഒക്കെ ടോട്ടൽ കൂട്ടിയാൽ ഓൾമോസ്റ്റ് ഒരു 75K 75,000-ഓളം ആളുകൾ ഈ യു ആർ കട്ട് ഓഫ് ആയിട്ടുള്ള 153 ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകളാണ്. അല്ലാതെ ഈ 25,000 യു ആർ കാൻഡിഡേറ്റ്സ് മാത്രമല്ല ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കേട്ടോ. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് 75,000-ഓളം ആളുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 40-50% ആണ് അൺറിസർവ്ഡ് കാറ്റഗറി. അപ്പോൾ ഏകദേശം നമ്മൾ 1,50,000-ന്റെ 60,000-ന്റെ ഒരു 40-50% 75,000 എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ ഒരു കാറ്റഗറി ആളുകളോട് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ആ ഡാറ്റ നോക്കുമ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതാ വളരെ നല്ല രീതിയിൽ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വേറൊരാളുടെ ഇതിലും കൂടുതൽ നന്നായിട്ട് ആർക്കും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കട്ട് ഓഫ് കൂടുന്നത്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. എന്താ? നന്നായി പഠിക്കുക, ബി റൂത്ത്ലെസ് ഇൻ യുവർ പ്രിപ്പറേഷൻ. അത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി ആലോചിച്ചിരുന്ന് നമ്മുടെ സമയം കളയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല എന്ന് തന്നെ പറയാം. കിട്ടിയില്ലേ, ഇല്ല, അടുത്ത പരീക്ഷ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിലോട്ട് നോക്കുക. അതല്ല നമ്മൾ SSC തന്നെ ഒരു വർഷം കൂടെ നോക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ബാക്കിയുള്ളതിന് കളയാൻ നമുക്ക് സമയമില്ല. SSCന്റെ അടുത്ത പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ചെറിയ മാർക്കിനൊക്കെയാണ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൂടെ നോക്കുക. ഇനി അതല്ല നല്ല മാർക്കിന് നന്നായിട്ട് പഠിച്ചിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ വേറെ ഫീൽഡ് നോക്കി പോവുക കേട്ടോ. അതായത് ബി റൂത്ത്ലെസ് ഇൻ യുവർ പ്രിപ്പറേഷൻ, വളരെ ശരിയാണത്. അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഇത്രയും ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവരുടെ മുകളിൽ കയറണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ പഠിക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന വല്ലപ്പോഴും കിട്ടുന്ന 5-10 മിനിറ്റ് നിന്ന് പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എന്നിട്ട് ബാക്കിയുള്ള കുറേ കാരണങ്ങൾ എടുത്ത് അതുകൊണ്ടായിരിക്കും കിട്ടാത്ത, അല്ലെങ്കിൽ സ്കാം നടന്നുകൊണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ എന്തുകൊണ്ട് ഞാൻ കാരണമാണ് അല്ലെങ്കിൽ എൻ്റെ കാരണം കൊണ്ടാണ് അത് കിട്ടാത്തതെന്നുള്ള അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലുള്ള നമുക്ക് എന്തുകൊണ്ടാണ് ഈ കാരണം, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്നുള്ളത് വളരെ നന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ടു, എന്തുകൊണ്ട് ഇലക്ഷനിൽ തോറ്റു അല്ലേ, എന്നെക്കാളും നല്ല വോട്ട് മറ്റേ കിട്ടിയത് കൊണ്ടാണ് തോറ്റത്. ആ ഒരു തരത്തിലുള്ള അനാലിസിസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് വേണ്ടത്. എന്തുകൊണ്ട് കിട്ടിയില്ല, അത് കട്ട് ഓഫ് കടന്നില്ല അതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് കട്ട് ഓഫ് കടന്നില്ല, അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെയാണ് ഞാൻ എവിടേക്കാണ് നന്നാക്കേണ്ടത്, എവിടേക്കാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എൻ്റെ വീക്ക് ഏരിയ എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ പരീക്ഷ എനിക്ക് കിട്ടിയില്ല, എന്നെക്കാളും പഠിക്കുന്ന ഒരുപാട് പേര് കയറിപ്പോയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക. പിന്നെ പല ആളുകളും ഇങ്ങനെ പറയുന്നത് കേൾക്കാം, യു ആർ കാറ്റഗറി അങ്ങനെയൊന്നും ഇല്ലാട്ടോ. യു ആർ കാറ്റഗറി ഞാൻ പറഞ്ഞു, ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത 50% പോസ്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഏതൊരു എക്സാം എടുത്താലും നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല ആളുകളും പറയുന്നത് യു ആർ കാറ്റഗറി അതുകൊണ്ട് കിട്ടാത്ത, അങ്ങനെയൊന്നുമില്ല. ഏതൊരു പരീക്ഷ എടുത്താലും അതിൽ 50% പോസ്റ്റുകൾ എന്താണ്, അൺറിസർവ്ഡ് ആണ്. ആ പോസ്റ്റിന് വേണ്ടി നമ്മൾ പഠിക്കുക കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ വ്യവസ്ഥയും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും, പോട്ടെ. പക്ഷേ നമുക്ക് അവിടെ 50% പോസ്റ്റുകൾ നമുക്ക് അൺറിസർവ്ഡ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 40% നമ്മുടെ കയ്യിലുണ്ട്. അതിനുവേണ്ടി പഠിക്കുക. അതിലും കയറുന്നത് ഈ അൺറിസർവ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഒരുപാട് പേര് കയറുന്നുണ്ട്, പഠിക്കുന്ന ആളുകൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ കിട്ടാത്തതിന് കാരണമായിട്ട് പറയാതെ നമുക്കതിലേക്ക് എങ്ങനെ കയറാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ SSC സ്കാം നടന്നുള്ളൊരു ചർച്ച ഇന്നത്തോടു കൂടി ഇവിടെ നിർത്തണം. ഞാൻ എൻ്റെ വീഡിയോ കാരണം ആരെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡാറ്റേൻ്റെ ഒരു സൈഡ് നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇനി മുതൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ തന്നെ അതിന് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഡാറ്റ കിട്ടുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചിട്ട് ചെയ്യാം. ഞാൻ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഇന്നലെ വീഡിയോ ചെയ്തുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ എൻ്റെ ഭാഗത്തുനിന്നൊരു കമൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞത് സാധ്യതയുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ പഠിച്ചിട്ട് നന്നായിട്ട് ഞാൻ നല്ല എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചർച്ച ഇന്നത്തോടുകൂടി ഇവിടെ നിർത്തുക കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ബാക്കിയുള്ളവർ പഠിച്ചു പോകുക. SSC എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള ഏജൻസി ഒന്നും അല്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞ് വരത്തൊന്നും വേണ്ട. എന്തായാലും നമ്മുടെ PSC എത്രയോ നല്ലൊരു ഏജൻസിയാണ് SSC എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നല്ല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. ഓക്കെ, നമ്മൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ താല്പര്യമുള്ള ആളുകൾ ആ ഗൂഗിൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യുക. അടുത്ത ഞായറാഴ്ചയാണ് സ്കോളർഷിപ്പ് ടെസ്റ്റ്. നമ്മൾ അടുത്ത ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ 10 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് താല്പര്യമുള്ളവർ
അതിന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി ഓൺലൈനായിട്ട് പല പല കാര്യങ്ങളും നമ്മൾ ഈ അടുത്ത നമ്മൾ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ആപ്പിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ പല അനൗൺസ്മെൻറ്റും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.